ഹലോ ഡിയസ്, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നാൻത്തിൻ്റെ മാത്സ് എക്സാം ഒക്കെ എഴുതിയെന്ന് അറിയുന്നു. എല്ലാവരും ഒരുപാട് മെസ്സേജുകൾ നിങ്ങളുടെ എക്സാമിനെ കുറിച്ചൊക്കെ അയച്ചിരുന്നു. അപ്പം നിങ്ങളോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവരുടെ മനസ്സിൽ തന്നെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാകും. കാരണം 9ാം ക്ലാസ്സിൽ കണ്ടതുപോലെ അല്ല. കാരണം 10ാം ക്ലാസ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ എഴുതാൻ പോകുന്ന ആദ്യത്തെ പൊതുപരീക്ഷയാണ്. അതനുസരിച്ചാണ് ഭാവിയിൽ നിങ്ങൾ എന്തിലേക്ക് പോകുന്നു എന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ് മാത്തമാറ്റിക്സും എല്ലാ എക്സാമും എങ്ങനെയാണോ എഴുതിയത് അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഉഷാറായിട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ ആദ്യം മുതൽ എന്താക്കണം, 10ാം ക്ലാസ്സിന്റെ പഠിച്ച് തുടങ്ങണം. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിനാണ് സൈലം നിങ്ങൾക്ക് മുന്നിൽ അസ്ത്ര ബാച്ച് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്, അതായത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസും അതുപോലെ തന്നെ സൈലത്തിലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകളാണ് നിങ്ങളെ അസ്ത്ര ബാച്ചിൽ കാത്തിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് എന്ന് കരുതി നിങ്ങളുടെ സ്കൂളിൻ്റെ സമയത്തൊന്നും പേടിക്കേണ്ട കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ഒരു അക്കാദമിക് ഇയറിൽ ഏതൊക്കെ ദിവസം നമ്മൾ ക്ലാസ് എടുക്കുന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് അസ്ത്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. പാരൻസ് മീറ്റിംഗ് ഉണ്ടാവും, നിങ്ങൾക്ക് ഓരോ വീക്കിലും എക്സാമുകൾ ഉണ്ടാവും, പിന്നെ മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതായത് നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്താണ് സൈലം പറഞ്ഞ പോലെയുള്ള ചോദ്യങ്ങൾ. അത് സൈലത്തിലെ ടീച്ചേഴ്സ് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് കൃത്യമായിട്ട് ഓരോ ചോദ്യ പേപ്പറും അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അടുത്ത വർഷമൊക്കെ എക്സാം കുറെ കൂടെ ടഫ് ആകുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വർഷം +1കാരുടെ മാത്സ് എക്സാമിലൊക്കെ ആ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതേ ചേഞ്ച് അടുത്ത വർഷം SSLC എക്സാമിലേക്ക് വരുമ്പോഴും ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എഴുതാൻ പറ്റണമെങ്കിൽ അത്രയധികം കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റേണ്ടതുണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ഉള്ളത്. വളരെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് കുറച്ച് ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല, എന്നാലും നിങ്ങൾക്ക് ആപ്പിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരിക്കും. അത് ഒരുപാട് കുട്ടികൾ ഞങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കേട്ടു, നിങ്ങളൊക്കെ അനുഭവിച്ചത്. ഇത് ശരിക്കും ഇതൊന്നും നമ്മൾ ഇവരോട് പറയേണ്ട കാര്യമില്ല. ഒരുപാട് കുട്ടികൾ അനുഭവിച്ച കാര്യങ്ങളാണ്. അതും കൂടി നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് സെക്ഷനിൽ ഇതാക്കാം കേട്ടോ. ഇനി ഇതുവരെ നമ്മളെ നിഞ്ച ബാച്ചിലൊന്നും ഇല്ലാത്ത കുട്ടികൾക്കാണ് സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളത്. സൈലത്തിൻ്റെ ലാസ്റ്റത്തെ മാരത്തോണൊക്കെ കണ്ട് മാർക്കൊക്കെ ഫുള്ള് സ്കോർ ചെയ്ത് ഇപ്പോൾ ഇന്നലെ ഒരു മോള് മെസ്സേജ് അയച്ചു, സാർ ഞാൻ 10ാം ക്ലാസ്സിൻ്റെ വെയിറ്റ് ചെയ്യാണ്. 9ാം ക്ലാസ്സിൽ ചെറിയൊരു സങ്കടമുണ്ട് തീർന്നു എന്നുള്ളതിൽ, പക്ഷേ 10ാം ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റ് നമ്മൾ അവസാനിക്കാൻ പോവുകയാണ്. ഏപ്രിൽ ആദ്യ വീക്കിൽ തന്നെ നമ്മൾ എന്താക്കുന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യ ബാച്ചിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാം. അതാണ് ഏറ്റവും നമുക്ക് എപ്പോഴും അറിയാം, ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും നമ്മുടെ ആദ്യത്തെ മക്കൾ എന്ന് പറയുന്നത് അത് വേറെ ലെവൽ തന്നെയാണ്. കാരണം ആദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ കൃത്യമായിട്ടുള്ള ബ്രിഡ്ജ് ക്ലാസ്സുകളാണ്. അതായത് ഇപ്പോൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലൊക്കെ ചില കോൺസെപ്റ്റുകൾ നിങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ ചില കോൺസെപ്റ്റുകൾ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് പഠിക്കുന്നുണ്ടാകും. ആ കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ തന്നെ സൈലം SSLC എന്ന് പറയുന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടണം. കാരണം നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ആ ചാനലിലൂടെയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ ഏത് രീതിയിലാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് അതിലും ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളും അതിലും ഗംഭീരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾ എന്താ, ചിലർക്കൊരു ഫീസിനെ കുറിച്ച് അറിയാനുള്ള അതൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരു ദിവസം 10 രൂപ മാത്രമാണ് മാറ്റിവെക്കേണ്ടത്. അതായത് ഒരു ദിവസം നിങ്ങളൊരു ചായ കുടിക്കുന്ന പൈസ മാറ്റിവെക്കാൻ റെഡിയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഏറ്റവും ഗംഭീരമായ ക്ലാസ്സുകൾ സൈലത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു വർഷത്തേക്കുള്ള ഫീസാണ് 3499 രൂപ. അതായത് ഒരു ദിവസം 10 രൂപ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ അതിനെ കണ്ടാൽ മതി. കേരളത്തിലെ ഏത് സാധാരണക്കാരുടെ മക്കൾക്കും ഏറ്റവും ഗംഭീരമായ ക്ലാസ്സുകളിലൂടെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്താൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളുമാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പം കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ സാറേ? അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു ചാനലിൽ ചിലപ്പോൾ ഇനി എത്രത്തോളം അപ്ഡേഷൻ വരും നമുക്ക് പറയാൻ പറ്റില്ല 10ാം ക്ലാസ്സിനെ പറ്റി. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ അപ്ഡേഷൻ ഒക്കെ നിങ്ങൾ കേട്ടേണ്ടത് എന്താണ്, നമ്മുടെ SSLC ചാനലാണ്. അതൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ.